യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ, സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ, മാറുന്ന കാലത്തിൻ തോഴികളെ, നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയേ. കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. നമസ്കാരം. ദൂരക്കാഴ്ച അവൾക്കില്ലെന്നാൽ കാണാം കാൽക്കീഴിൽ. ഓരോ മൺതരി പോലും അവൾക്ക് അതിസൂക്ഷ്മം തറ മുഴുവൻ. ഘോരം വാഹന ഗർജനമെങ്കിലും അവൾക്കു കേട്ടിടാം. താഴെ തരിമണൽ തമ്മിൽ തമ്മിൽ പേശും കുശലങ്ങൾ. ബസ് സ്റ്റാൻഡിലെ തൂപ്പുകാരി എന്ന പി രാമചന്ദ്രന്റെ കവിതയിലെ വരികളാണിത്. അതെ, പുറം കാഴ്ചകളല്ല, അകം കാഴ്ചകളും ചെവിയോർക്കലുകളുമാണ് സ്ത്രീയുടെ ശക്തി. ദൂരദർശനും കുടുംബശ്രീയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. താമരശ്ശേരി ചുരം. അനശ്വര നടൻ പപ്പുവിന്റെ ഈ ഡയലോഗ് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിലാണ്. താമരശ്ശേരി ചുരത്തിന്റെ നാട്ടുകാരെ, പുതുപ്പാടി CDSനെ നമുക്ക് സ്വാഗതം ചെയ്യാം ദൂരദർശന്റെ വേദിയിലേക്ക്. പുതുപ്പാടി CDS മൊത്തം ADS 21, അയൽക്കൂട്ടങ്ങൾ 390, BPL അംഗങ്ങൾ 4384, APL അംഗങ്ങൾ 2038, SC അംഗങ്ങൾ 951, ST അംഗങ്ങൾ 118. താമരശ്ശേരി ചുരത്തിന്റെ വികസന കാഴ്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടണ്ടേ? എൻ്റെ പേര് ബീന റോയ്. ഞാൻ പുതുപ്പാടി CDSലെ ME കൺവീനറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷീബ സജി, സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. എൻ്റെ പേര് റോസി പൗലോസ്, ഞാൻ മുൻ CDS ചെയർപേഴ്സൺ ആയിരുന്നു. എൻ്റെ പേര് ഹേമലത, ഞാൻ ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ. ഞാൻ ഐഷക്കുട്ടി സുൽത്താൻ, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, ദേശീയ ആരോഗ്യ ദൗത്യം സാമൂഹ്യ വിഭാഗം മേധാവി ശ്രീ PV രാമചന്ദ്രൻ, അർജുന അവാർഡ് ജേതാവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ പത്മിനി തോമസ്. പുതുപ്പാടിയെക്കുറിച്ച് കൂടുതൽ അറിയാം, ചർച്ചയിലേക്ക്.
പുതുപ്പാടി കുടുംബശ്രീ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകളിലൂടെ എങ്ങനെ ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾ നേടാം എന്ന ചിന്തയിൽ നിന്നാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ആ ചിന്തയിൽ ഉടലെടുത്ത പ്രസ്ഥാനം ഞങ്ങളുടെ പുതുപ്പാടിയിലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചു. അതിൽ കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം, കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം, ഇതിന്റെ ഭാഗമായിട്ട് ഈ 2 ശാക്തീകരണ രംഗങ്ങളിലും ഒരുപാട് മുന്നോട്ട് പോകുവാൻ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ CDSന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു പ്രയറോട് കൂടിയാണ്, പ്രാർത്ഥനയുണ്ടാണ്. അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയോടെ തുടങ്ങാം. എങ്ങുമെങ്ങും നിറഞ്ഞൊരൻ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. വളരെ ഹൃദ്യമായ പ്രാർത്ഥന. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആദ്യത്തെ ഫിലിം കാണാം. കുടിയേറ്റ കർഷകരുടെ നാടാണ് പുതുപ്പാടി. ഒറ്റയ്ക്കും കൂട്ടമായും ഇവിടെ സ്ത്രീ കൂട്ടായ്മ നടത്തിവരുന്ന കൃഷിയുടെ കാഴ്ചകളാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. കൃഷി കാഴ്ചകളിലേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുടുംബശ്രീയുടെ കൈയും പിടിച്ച് ഇവർ പടുത്തുയർത്തിയത് കേരളത്തിന്റെ കാർഷിക വികസന മേഖലയുടെ ആത്മാവിലേക്കാണ്. കുടുംബശ്രീ CDSന്റെ പേരിൽ കിസാൻ ഗ്രൂപ്പ് 9 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. 20 വർഷമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തു വരുന്നുണ്ട്. 2004 മുതൽ സംഘകൃഷിയായിട്ട് ഇങ്ങനെ ചെയ്തു വന്നു. ഇപ്പം 3-4 വർഷമായിട്ട് ജയൽജിയുടെ പേരിലും ആക്കിയിട്ടാണ് കൃഷി ചെയ്തു വരുന്നത്. ഏറ്റവും നല്ല കർഷകൻ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ 100 പേരെ കർഷകരായിട്ട് തിരഞ്ഞെടുത്തതിൽ എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വെയിലിന്റെ തീക്ഷ്ണതയിൽ മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് കൈതച്ചക്ക. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന പഴമൊഴി ഇവിടെ യാഥാർത്ഥ്യമാക്കി കാണിക്കുകയാണ് 4 അംഗമടങ്ങുന്ന ഈ കുടുംബശ്രീ പ്രവർത്തകർ. പുതുപ്പാടി പഞ്ചായത്തിലെ 17ാം വാർഡിൽ 4 അംഗങ്ങൾ ചേർന്നാണ് ഈ സംഘകൃഷി നടത്തുന്നത്. 6 ഏക്കർ ഭൂമിയിൽ ഞങ്ങൾ ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. പാട്ടത്തിനാണ് എടുത്തിട്ടുള്ളത്. വിഷാംശം വീഴാതെ ജൈവ കാർഷിക രീതിയിൽ കൈതച്ചക്ക വിളയിക്കുക എന്നതായിരുന്നു ഇവരുടെ മുന്നിലെ ഏക വെല്ലുവിളി. ഞങ്ങൾ ഐശ്വര്യ ജയൽജി ഗ്രൂപ്പ് അംഗങ്ങളാണ്. 4 പേര് കൂടിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 5 ഏക്കർ സ്ഥലത്തോളം വാഴ കൃഷിയുണ്ട്. ഇവിടെ തന്നെ ഇപ്പം 3,4 ഏക്കറോളം സ്ഥലത്ത് വാഴ കൃഷി ചെയ്യുന്നു. ഒരു 3500ഓളം വാഴയുണ്ട് ഇവിടെ തന്നെ, ഏത്തവാഴ. അതുകൂടാതെ വേറെ പടുവാഴകളും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പ, വാഴ, ചേമ്പ്, കാച്ചില് മുതലായവയും കൃഷി ചെയ്യുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. മലഞ്ചെരുവിന്റെ പാറയിടുക്കിൽ കുത്തിയിറക്കിയ ഉണങ്ങിയ പാവൽ കമ്പുകൾ തലയ്ക്ക് മുകളിൽ ആകാശത്തോളം ഉയർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കുടുംബശ്രീയുടെ ആത്മധൈര്യത്തിന്റെ വേറിട്ട മുഖമാണ്. കൃഷിയാണ് ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു സംഗതി. ആകെ എത്ര സ്ത്രീകൾ ഈ കൃഷി ചെയ്യുന്നുണ്ടാവും?
140 ഗ്രൂപ്പുകളാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ഗ്രൂപ്പിൽ 4 മുതൽ 10 വരെ അംഗങ്ങളാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു 435 ആളുകൾ ഞങ്ങളുടെ ഈ JLG ഗ്രൂപ്പുകളുമായിട്ട് ഇപ്പൊ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ആരെങ്കിലും ഉണ്ടോ കൃഷി? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ 6 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 4 ഏക്കർ സ്ഥലത്ത് വാഴ തന്നെ, പിന്നെ 1 ഏക്കർ സ്ഥലത്ത് കപ്പ, ബാക്കി 1 ഏക്കർ സ്ഥലത്ത് മഞ്ഞള്, ഇഞ്ചി, ചേന, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ് അങ്ങനെയുള്ള കൃഷി ചെയ്യുന്നു. മെമ്പർമാരുണ്ട്? ഞങ്ങൾ 4 പേരേ ഉള്ളൂ. 4 പേരാണോ ഇത്രയും കൃഷി? അല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഭർത്താക്കന്മാർ കൂടും, പിന്നെ അറിവായ മക്കൾ കൂടും. ശരി. ലാഭമാണോ കൃഷി? നല്ല ലാഭം തന്നെയാ. എത്ര വർഷമായി? 5ാമത്തെ വർഷം അത്. ഓ, ഈ ഒരേ ഭൂമി തന്നെയാണോ? അല്ലല്ല, മാറി മാറി പാട്ടത്തിനെടുത്ത്. ഈ കൃഷി വന്നതോടുകൂടി ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് കപ്പയുടെ വില 30 രൂപയായിരുന്നു 1 കിലോ കപ്പയ്ക്ക്. ഈ വർഷം അതിന് 10 രൂപയ്ക്ക് കപ്പ കിട്ടുന്നുണ്ട് ആവശ്യക്കാർക്ക്. കാരണം കൃഷി കൂടിയതോടുകൂടി സാധനത്തിന്റെ വില കുറഞ്ഞു. മാർക്കറ്റിൽ വിലയെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പയറ് നമ്മുടെ ഓണം സീസണിൽ ഞങ്ങൾ ഓണച്ചന്ത നടത്തിയപ്പോൾ 140 രൂപയൊക്കെ വില വന്നിരുന്നു. കിട്ടാനില്ല സാധനം. ആ പയർ ഇപ്പോ വീടുകളിൽ കർഷകർ രാവിലെ തന്നെ പറിച്ച് ജൈവ കൃഷിയിലുണ്ടാക്കുന്ന ആ പയറ് ഫ്രഷ് ആയിട്ട് 20 രൂപയ്ക്ക് കിലോയ്ക്ക് 1 കിലോയുടെ ബണ്ടിലാക്കിയിട്ട് നമുക്ക് വീടുകളിൽ കൊണ്ടുതരും. ചീര, ഈ സാധനങ്ങളൊക്കെ. അതേപോലെ തന്നെ മറ്റു പച്ചക്കറികളൊക്കെ തന്നെ. പിന്നെ ഒരു പ്രത്യേകത ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ക്യാബേജും കോളിഫ്ലവർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെയൊക്കെ ധാരണയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ വർഷം നമ്മുടെ കൃഷിഭവന്റെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടി കുറെ തൈകൾ ഇതിന്റെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഗ്രോ ബാഗുകളും. അതിപ്പോ എന്റെ വീട്ടിലടക്കം ഇപ്പൊ ക്യാബേജൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അത് പറിക്കാനായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഒന്നാമത് എനിക്ക് തോന്നുന്നത് വയനാടിന്റെ താഴ്വര പ്രദേശം ആയതുകൊണ്ട് തണുപ്പ് നിൽക്കുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ടായിരിക്കാം അവിടെ നല്ല രീതിയിൽ അത് കൃഷി ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ കൃഷി ഇനി ഞങ്ങൾ വ്യാപകമായി ചെയ്യാനുള്ള ഈ അടുത്ത വർഷത്തെ ഞങ്ങൾ ഒരു പദ്ധതിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്ന് ഈ കാച്ചില് വള്ളി പടർന്നു കയറുന്ന ചില പ്രത്യേക തരം കൃഷികളുണ്ട്. ചെറുകിഴങ്ങ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ കൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അതിന് വലിയ ചെലവ് വരുന്നില്ല. ഒരുപാട് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പുറകെ പോണ്ട. ഒരു വള്ളി എന്തെങ്കിലും കെട്ടിയിട്ട് ഒരു മരത്തിന്റെ അങ്ങ് പടർത്തി വിട്ടാൽ പിന്നെ അത് പറിക്കാൻ നമ്മൾ അതിന് പോയാൽ മതി. കീടനാശിനിയൊന്നും വേണ്ട. വളവും കീടനാശിനിയൊന്നും വേണ്ട. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതിന് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ നല്ല ഒരു സാധനമാണിത്. ഇതുമൂലം പിന്നെ നിങ്ങളുടെ അതിലേർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ചെയർപേഴ്സന്റെ അഭിപ്രായത്തിൽ പ്രകടമായിട്ട് പ്രകടമായിട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ സാർ, ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഇങ്ങനെ വ്യായാമമില്ലല്ലോ. പണ്ടൊക്കെ കൃഷി വീടുകളിൽ എന്ന് പറഞ്ഞാൽ അരക്കുകയും വെക്കുകയും പണിക്കാർക്കും കൊടുക്കുകയും ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ആയിട്ട് നല്ല വ്യായാമമാണ്. ഇപ്പൊ അതൊന്നുമില്ല. വാഷിംഗ് മെഷീൻ അടക്കം മിക്സി ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അടക്കം, ഞാൻ എന്റെ കാര്യം കൂടിയാണല്ലോ പറയുന്നത്, വ്യായാമം ഇല്ലാത്തത് കൊണ്ടുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട്. തൊഴിലുറപ്പുകാരൊക്കെ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ആ രോഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞു, അവര് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭർത്താവിന്റെ മദ്യപാനം ഇല്ല. ഞങ്ങൾ ചോദിച്ചാൽ എങ്ങനെ, ഇതുമായിട്ട് ചർച്ചയിൽ വന്നപ്പോഴാണ് മദ്യപാനം എങ്ങനെ നിന്നു. അതിന് സമയം കിട്ടുന്നില്ല. കാരണം മറ്റത് വെറുതെ ഇരിക്കും, പണിയില്ലാതെ ഇപ്പൊ ചെറിയ കച്ചവടമൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം ബാലൻസ് വരും. അപ്പൊ ഇത് സമയമില്ല. കാരണം ഇപ്പൊ ഈ തോട്ടം എടുക്കാൻ പോകുന്നത് പുതിയ അറിവാണ്. കൃഷി സമൃദ്ധി ആയപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾ സാറിപ്പ് ചോദിക്കാൻ പോകുന്ന ചോദ്യം പോലെ ഞാൻ ചോദിച്ചു, അതെങ്ങനെ മദ്യപാനം ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ചേച്ചി ഒരുപാട് സമയം ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അപ്പൊ ആരെങ്കിലും കൂട്ടുകാരൊക്കെ കൂടെ വരും, ഇച്ചിരി കഴിക്കാന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒന്ന് ചീട്ട് കളിക്കും. അതൊരു പ്രശ്നമായിരുന്നോ? പ്രശ്നം മദ്യപാനം വലിയൊരു പ്രശ്നം തന്നെയല്ലേ, വിപത്ത് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ ആയിരുന്നോന്ന് ചോദിച്ചു. അല്ല, ചില പ്രദേശങ്ങളിലുണ്ട്, ഇല്ലാന്നിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില മലയോര മേഖലകളിൽ ഇതൊരു വിഷയമായിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുക്കാൻ ഞങ്ങൾ കുടുംബശ്രീക്കാര് അവിടെ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതേപോലെ തന്നെ ഇതിനെതിരെ പ്രകടനം നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതൊക്കെ ഞങ്ങൾ ഓരോ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ത്രീകൾ തന്നെ ഞങ്ങളോട് വന്നു പറയുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങണം, നിങ്ങൾ തന്നെ മുന്നിലേക്ക്, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിന്ന് തരാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് കാക്കവേൽ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരെയൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാർഷിക മേഖലയാണെന്നല്ലേ പറഞ്ഞത് പണ്ടുകാലം മുതലേ? അതെ.
അപ്പൊ അന്ന് സ്ത്രീകൾ അധ്വാനിക്കുന്നില്ലായിരുന്നു, അവർക്ക് അധ്വാനമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു? അല്ല, ഇപ്പോഴത്തെ സ്ഥിതി അന്നുണ്ടായിരുന്നു. കാരണം അന്ന് ഈ ഒത്തിരി പണിക്കാരൊക്കെ വീട്ടിലുണ്ട്, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അരക്കുകയും ഇടിക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യണം. ഒത്തിരി മക്കളും ഉണ്ടാവും. ഇന്നിപ്പോ മക്കളുടെ എണ്ണം കുറവെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അധ്വാനവും കുറഞ്ഞു. ആ ഒരു എല്ലാം ഇതിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യായാമം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നവരെ പോലെ അല്ല വീട്ടിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. 1-2 മക്കളാണ്, അവർ ചെറുത്, അവരുടെ ആ ബാല്യം കഴിഞ്ഞ് അവർ വിദ്യാഭ്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലൊക്കെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശരിക്കും ഫ്രീ ആണ്. അല്ല, അപ്പോ പറയുന്നത് ജയപ്രകാശൻ പറയുന്നത് ഇപ്പോ സ്ത്രീകൾക്ക് ഇപ്പൊ മക്കളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടും മറ്റ് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് എന്നാണോ? ആണ്, ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ വരുമാനദായക? അതായത് ഇപ്പൊ ഇവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര പൈസ ഉണ്ടെങ്കിലും ചെലവഴിക്കാൻ നമുക്ക് വേദികളുണ്ട്. നമ്മളൊരു 1000 രൂപ കൊണ്ട് പോയാലും 1 ലക്ഷം കൊണ്ട് ഷോപ്പിങ്ങിന് പോയാലും നമുക്കത് തീർത്ത് പോരാ ഒരു ദിവസം കൊണ്ട് തന്നെ. ഒരു വീടുണ്ടാക്കാൻ 5 ലക്ഷം കൊണ്ടും കഴിയും, 50 ലക്ഷം കൊണ്ടും കഴിയും, കോടി കൊണ്ടും കഴിയും എന്ന് പറഞ്ഞ പോലെ ആഡംബര രീതികൾ നമ്മുടെ സമൂഹത്തിൽ പെരുകി വരികയാണ്. അപ്പൊ പൈസയുടെ ആവശ്യം കൂടുതലാണ് മനുഷ്യന്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയും ഉണ്ടാക്കാനുള്ള വഴി ഇപ്പൊ ഇവർക്കൊക്കെ ഞങ്ങളിപ്പോ ഇതുമായി ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വാഴകൃഷിയിലൊക്കെ വലിയൊരു ലാഭമാണ്. അതുപോലെ ഒരു 400 രൂപ മുതൽ 900-1000 രൂപ വരെ ഒരു കൊലയ്ക്ക് കിട്ടുമെന്നാ പറയുന്നത്. ഒരു നേന്ത്രക്കൊലയ്ക്ക് കിട്ടുന്നുണ്ടെന്നാണ് അവരുടെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകും. കൃത്യമായ കണക്കാ അവർ പറയുന്നത്. കിലോയ്ക്ക് ഇത്ര, ഒരു കൊല ഇത്ര കിലോ. ഞങ്ങൾ ഇതാ കഴിഞ്ഞ ആഴ്ച വിറ്റു. എന്റെ കൺവീനർ ഒന്ന് എന്നോട് പറഞ്ഞതാണ്. ഞങ്ങൾ 900 ചില്ലറ ഉറുപ്പിക റോസേജ് ഇല്ലാന്ന് റോസേജ് എന്താ അങ്ങനെ വാദിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചത്. അപ്പൊ പിന്നെ പൈനാപ്പിൾ കൈതച്ചക്ക കാണിച്ചില്ലേ? പൈനാപ്പിൾ അതിന്റെ പ്രിസർവ്, ജാം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അതിന്റെ ഉണ്ടാക്കാനുള്ള അത് ആയി വരുന്നേ ഉള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പിന്. ഇനി മുന്നോട്ട് ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ ഒരു ജാക്ക് ഫ്രൂട്ട് കൊണ്ടുള്ള വ്യത്യസ്ത സാധനങ്ങൾ ഉണ്ടാക്കുന്ന ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു ഗ്രൂപ്പിനെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുലഭമായി കിട്ടുന്നതാണ് ചക്ക. ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. മുന്നോട്ട് നമുക്ക് അടുത്ത ഒരു നിങ്ങളുടെ ഒരു പ്രധാന പ്രവർത്തനം ആശ്രയ പദ്ധതി അല്ലേ? ആദിവാസി ക്ഷേമ പ്രവർത്തനത്തിനായി തുടി എന്ന പേരിൽ പുതുപ്പാടി CDS ഒരു പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. നമുക്കിവരുടെ ആശ്രയ പദ്ധതിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. സ്കൂളിന്റെ പടിമുറ്റം കണ്ടാൽ തിരിച്ചിറങ്ങിപ്പോകുന്ന ആദിവാസി കുട്ടികളെ കയ്യും പിടിച്ച് അക്ഷരലോകത്തെത്തിക്കുവാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ബാലസഭ, അയൽക്കൂട്ട നിർമ്മാണം, പോഷകാഹാരം അടങ്ങിയ ഭക്ഷണ കിറ്റുകൾ തുടങ്ങി മെഡിക്കൽ ക്യാമ്പ് വരെ തുടർച്ചയായി നടത്തിവരുന്നുണ്ട്. നമുക്ക് കുടുംബശ്രീ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ പങ്കെടുത്തവരാണ്. ബഹുമാനപ്പെട്ട മാന്യരെ, ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇനി ആനുകൂല്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൗജന്യ അരിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കുടുംബശ്രീ കൂടുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ തരുന്നുണ്ട്.
മല കയറി വരുന്ന പരിഷ്കാര മനുഷ്യന്റെ കാൽപ്പാടുകളെ ഭയന്ന് ഓടി ഒളിച്ച ആദിവാസികൾ സംഘം ചേർന്ന് അയൽക്കൂട്ട നിർമ്മാണത്തിലൂടെ പരിഷ്കാരത്തിന്റെ പുതുയുഗത്തിലാണ്. കൃഷിയും ഒപ്പം കുഞ്ഞുങ്ങളെ കായിക അധ്വാനം പ്ലേയേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു നല്ലൊരു ഇതാണ് ഈ ബാലസംഘങ്ങൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി ഇങ്ങനെ സ്കൂളിൽ വോളിബോൾ പഠിപ്പിക്കുന്ന ഒരു സാറിനെയും കാണാനായിട്ട് പറ്റി. കാര്യം നമുക്കറിയാം സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിക രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു മേഖലയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തന്നെ 7ാം ക്ലാസ് മുതൽ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് PG വരെ. ഒപ്പം ഈ പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കായിക ഉപകരണങ്ങളായിട്ടും പഞ്ചായത്ത് ബ്ലോക്ക് തല മത്സരങ്ങളായിട്ടും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഖേലഭിയാൻ പദ്ധതിയായിട്ട് അടിസ്ഥാന വികസനത്തിനൊക്കെ ഒരുപാട് കോടി രൂപ ഗവൺമെന്റ് സ്പോർട്സ് കൗൺസിലും മുടക്കുന്നുണ്ട്. കാര്യം ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. അപ്പം ഈ കുടുംബശ്രീയുടെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായ ഒരു കാര്യമാണ് കൃഷി കണ്ടു. നല്ല പയറിങ്ങനെ ഇവിടെയൊന്നും കിട്ടാത്ത പയറുകൾ, നല്ല നീളത്തിലുള്ള പയറുകൾ നിൽക്കുന്നത് കണ്ടു. ഒപ്പം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടു. നല്ലൊരു കാര്യമാണ്. എങ്ങനെയാണ് അവിടെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കായിക രംഗത്ത്? കാര്യം എനിക്കറിയാം വയനാട് ജില്ലയാണല്ലോ, ആ ജില്ലയിലുള്ള കുട്ടിയാണ് OP ജയിച്ച കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് കായിക താരങ്ങൾ ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ മെഡലുകൾ നേടിയിട്ടുണ്ട്. അപ്പം കായിക രംഗത്ത് എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നത് സ്കൂളിലുമൊക്കെ? ഞങ്ങൾ ഈ കുട്ടികളുടെ ബാലസഭ രൂപീകരിച്ചുകൊണ്ട് അവരുടെ കലാകായിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ട വിഷ്വൽ എന്ന് പറയുന്നത് ആദിവാസി മേഖലയിൽ ഞങ്ങൾ ഈ പുതിയ തുടി എന്ന പദ്ധതി അവരുടെ സമഗ്ര വികസനം, അതായത് ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് അവർക്ക് നീക്കി വെക്കുന്നുണ്ട്. ഈ ഫണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പൊ ഇയർ എൻഡിങ് വരുമ്പോഴത്തേനും പറയാം ഇത്ര കോടി വെച്ചു, അതൊന്നും ചെലവഴിക്കപ്പെട്ടില്ല, ലാപ്സ് ആയി പോയി എന്ന് കേൾക്കുന്നത്. ആ ലാപ്സ് ആകുന്ന സമയത്ത് ഇവരുടെ കോളനികളിൽ ഇവർ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കുടുംബശ്രീക്ക് പ്രത്യേകിച്ച് ഇവർക്ക് കൊടുക്കാൻ ഒരു ഫണ്ടൊന്നുമില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അതിനെ സംയോജിപ്പിച്ച് ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് ഈ തുടി എന്ന പദ്ധതി വഴി ഞങ്ങളൊരു സമഗ്രമായ ഒരു സർവേ അവിടെ നടത്തി. ആ സർവേയിലൂടെ അവർ വീടില്ലാത്തത്, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവരെ കണ്ടെത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ 4 കിലോമീറ്ററൊക്കെ നടന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ പോകൂല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ച്, സ്കൂൾ ബസ്സുണ്ട്, പ്രൈവറ്റ് സ്കൂളാണ്, മാനേജ്മെന്റ് സ്കൂളാണ്, അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ സ്കൂളിൽ അവിടെ എത്തിക്കാൻ അവർക്ക് ആ സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കാനൊക്കെ സാധിച്ചു. നമ്മുടെ ബാലസഭയിലെ കുട്ടികളെയാണ് ഒരു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പരിശീലനം, വോളിബോൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. കേരളത്തിലെ കുടുംബശ്രീ ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ആശ്രയ. കാരണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം നമ്മൾ തുടങ്ങി വെച്ചെങ്കിലും അത് ഉദ്ദേശിച്ച രീതിയിൽ താഴെത്തട്ടിലെത്തിച്ചത് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് പീപ്പിൾ എന്ന് പറയും, ശരിക്കും അത് കുടുംബശ്രീയുടെ ഒരു പ്രവർത്തനം. ഈ ആശ്രയ പദ്ധതി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ കോഴിക്കോടുള്ള നിങ്ങൾ വളരെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഒരു സർക്കാർ വകുപ്പ് വിചാരിച്ചാൽ നടക്കില്ല. അല്ല, അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദിവാസി കോളനിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ തുടി പദ്ധതിയെ ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായി ഞങ്ങൾ നിരന്തരം കോളനികൾ സന്ദർശിക്കുകയും അവിടെയുള്ള സ്ത്രീകളെ കണ്ട് അവരുമായി കൃത്യമായി സംസാരിച്ചു. നമ്മൾ കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് വീടിനകത്തേക്ക് ഒളിക്കും, നമുക്ക് പുറത്തേക്ക് കാണില്ല അവരെ. അന്നപ്പം നമ്മൾ അവരെ ആ ഏരിയയിലുള്ള ADS അംഗങ്ങളെ, കുടുംബശ്രീ ADS അംഗങ്ങളെ, പിന്നെ അതേപോലെ നമ്മളെ അറിയുന്ന 1-2 ആദിവാസി ആളുകൾ തന്നെ ഉണ്ട്, അവരെ കൂട്ടിയൊക്കെയാണ് നമ്മൾ ആ കോളനികളിലേക്ക് കടന്നു ചെല്ലുന്നത്. നമ്മൾ അവിടെ അവരുമായി സംസാരിച്ച് ഒത്തിരി പ്രാവശ്യം സംസാരിച്ചാണ് നമുക്ക് അവരെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവരിൽ ആദ്യം കുടുംബശ്രീ രൂപീകരിക്കുന്നതിന് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കി. കുടുംബശ്രീ രൂപീകരിക്കുന്നത് അവരെ പ്രാപ്തരാക്കി കൊണ്ടുവന്നു. പക്ഷെ അതെ, അവരെ ഒത്തിരി തവണ നമ്മളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് അവരെ കിട്ടുന്നത്.
അവർ നമ്മളെ കൂടെ വന്നു എങ്കിലും ഒരു 10 പേരൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഇതിൽ കിട്ടിയത്. പിന്നെ നമ്മൾ നിരന്തരം പോയിക്കൊണ്ട് പറഞ്ഞും അങ്ങനെയാണ് നമുക്ക് ഒരു 10-20 പേരെ കിട്ടി. നമ്മളൊരു ഗ്രൂപ്പ് രൂപീകരിച്ചു. ആ ഗ്രൂപ്പ് രൂപീകരിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ആഴ്ചകളിലും ആ ഏരിയയിലുള്ള കുടുംബശ്രീകളോട് ഇപ്പൊ രൂപീകരിച്ച ST കുടുംബശ്രീയിൽ പോയി നോക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ അവരെ പറഞ്ഞു അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുത്തു. അതേപോലെ നമ്മൾ അവരുടെ കുഞ്ഞുങ്ങളെ ബാലസഭയിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ബാലസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് കുട്ടികളെ അവർ സമ്മതിക്കുകയും കുട്ടികൾ അതിന് വരാൻ തയ്യാറാവുകയും നമ്മൾ അവരെ അടുത്താണെങ്കിൽ ഒത്തിരി തവണ പോയി അവരുമായി സംസാരിക്കുകയും കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ആ കുട്ടികളെ നമ്മൾ കയ്യിലെടുക്കുക. നമ്മളെ കാണുമ്പോഴേക്ക് കുട്ടികൾ കാട്ടിനുള്ളിലേക്ക് മറയും. നമ്മൾ അവരെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക ബാലസഭയാണോ അതോ അതെ മറ്റു ബാലസഭകളുടെ കൂടെയാണോ? അല്ല, അവരെ ST ബാലസഭ ആർണം അപ്പൊ ആ ബാലസഭയെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. കുടുംബശ്രീ വിളിക്കുമ്പോ ആ കൂട്ടത്തിൽ തന്നെ അവരെ കുട്ടികളെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട്. നിങ്ങളുടെ വാർഡാണോ അത്? എന്റെ വാർഡാ. ബാലസഭയിലേക്കാണ് കുട്ടിയെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ബാലസഭ കൂടുന്നതും ഈ കുടുംബശ്രീ കൂടുന്നതും ഒരേ സ്ഥലത്ത് വെച്ചായി കഴിഞ്ഞാൽ അവരെ മക്കളും കൂടെ വേഗം വരും, പെട്ടെന്ന് വരും, നമുക്ക് കിട്ടും അവർ. അപ്പൊ ആ ബാലസഭയിൽ വന്ന് അവർക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഏകാധ്യാപിക സ്കൂളുണ്ട് ഇവിടെ കോളനി തന്നെ. അപ്പൊ അവിടുത്തെ ടീച്ചറായിട്ട് കണ്ടു നോക്കുമ്പോൾ അവിടെ ഒറ്റ കുട്ടികളും ഇല്ല. അതെന്താ ടീച്ചർ അവിടെ കുട്ടികളില്ലെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഉച്ചയാകുമ്പോൾ അവരൊരു പാത്രം കൊണ്ട് ഓടി വരും, ഭക്ഷണം കഴിച്ച് അതേപോലെ ആ പാത്രം കൊണ്ട് അവർ തിരിച്ചു പോകുന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ബാലസഭയിലൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഇവരെ ഞങ്ങൾ തന്നെ ഈ ഏകാധ്യാപിക സ്കൂളിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇതല്ലാതെ ഈ പ്രവർത്തനം അല്ലാതെ കുടുംബശ്രീ പ്രവർത്തക ആശാ വർക്കറുമാണ്. ആശയുടെ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കുന്നതാണ് ഹെൽത്ത് മിഷന്റെ കുടുംബശ്രീയുടെ ആണ് ഇപ്പൊ നമ്മുടെ ഈ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ടുള്ള ലിങ്കായി ഇപ്പൊ കുടുംബശ്രീ തന്നെയാണ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഏതൊക്കെ വകുപ്പുകളുമായിട്ടാണ് നിങ്ങൾ സഹകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്, സഹകരിക്കുന്നത്? ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞല്ലോ, ഏതൊക്കെ വകുപ്പായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുന്നത്, അവരുടെ സഹകരണം എങ്ങനെയാണ്, ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മനോഭാവം ഈ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ? ആരോഗ്യ പ്രവർത്തകരൊക്കെ ഞങ്ങളോട് നല്ല സഹകരണമുണ്ട്. ക്യാമ്പ് നടത്തുന്നതുകൊണ്ട് ഡോക്ടറൊക്കെ വന്ന് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവര് പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും എടുക്കൂലായിരുന്നു. അപ്പൊ ഇവരെ ക്യാമ്പുകളിലേക്ക് നമ്മൾ ആരോഗ്യ പ്രവർത്തകരെയും കൊണ്ടുപോയിട്ട് വാക്സിനും കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ വീടുകളിൽ ചെന്നിട്ടാണ് ഇപ്പൊ നമ്മൾ അവരെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. അതുപോലെ പൾസ് പോളിയോ അതുപോലെ തന്നെ. ഡോക്ടർ വന്നില്ലേ അവിടെ ഫിലിമില്? ആ ഡോക്ടറെ നിങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ ഹോമിയോ ഡോക്ടറാണ്. അത് ഹോമിയോ ഡോക്ടറാണ്. ഞങ്ങളെ പ്രാഥമിക ഡോക്ടർ എല്ലാ PSC ഡോക്ടർ എല്ലാ മാസവും പോകും. എല്ലാ മാസവും എല്ലാ കോളനിയും സന്ദർശിക്കുന്ന ഒരു ഡോക്ടറാണ്. ട്രൈബൽ മേഖലയിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് നിങ്ങളുടെയും കൂടി ഒരു സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾ MO എല്ലാ കോളനികളിലും കൃത്യമായിട്ട് എത്തും. ഇനി ഒരു കാര്യം സക്കീനെ കുറിച്ചാണ്. സക്കീന ഏത് സാഹചര്യത്തിലാണ് ഈ കുടുംബശ്രീയിൽ വന്നത്? എന്തുകൊണ്ടാണ് ഒരു ആശാ വർക്കറായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായത്? ആശാ വർക്കറായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായതെന്ന് പറഞ്ഞാൽ എനിക്ക് സന്നദ്ധ പ്രവർത്തനം വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ പൈസയ്ക്ക് ആഗ്രഹിക്കാതെ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഇവരുമായിട്ട് നല്ല ഒരു സഹവാസം. എനിക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഇവര് നമ്മുടെ അടുത്തേക്ക് വരൂലായിരുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട്. അല്ല, കുടുംബശ്രീയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് എന്തായിരുന്നു? കുടുംബശ്രീയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആ എതിർപ്പുകളൊന്നും ഇല്ല എനിക്ക്. ഇപ്പൊ വീട്ടുകാരുടെ നല്ല സഹകരണം? നല്ല സഹകരണമാണ് എനിക്കുള്ളത്. ആരൊക്കെയുണ്ട് വീട്ടില്? 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അവരും ഉണ്ട്. ഹസ്ബൻഡിന്റെ പൂർണ്ണ സഹകരണമാണോ അർദ്ധ സഹകരണം? പൂർണ്ണ സഹകരണം ഉണ്ട്. കുടുംബശ്രീ എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യമൊന്നും. കുടുംബശ്രീ എന്താണെന്നുള്ളത് അറിയില്ല, തീരെ അറിയില്ല. പിന്നെ കുറെ പേര് വന്ന് കുടുംബശ്രീ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും എന്തിനാ കുടുംബശ്രീ അങ്ങനെ ഒരു പദ്ധതി വേണ്ടാന്ന് പറയായിരുന്നു ഞങ്ങൾ ആൾക്കാർ. അങ്ങനെ ഇവർ വന്ന് നിരന്തരം വന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളൊരു 10 പേരെ ഞാനും കൂടെ പറഞ്ഞ് ഒരു 10 പേരെ ഞങ്ങളതിൽ സംഘടിപ്പിച്ച് ഞങ്ങളൊരു കുടുംബശ്രീ ഉണ്ടാക്കി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ സംഘത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നേരിട്ട് വരിക ചെയ്യുന്നത്. അങ്ങനെ 20 പേരെ ഇപ്പം ഞങ്ങൾ സംഘത്തിൽ ചേർത്തിട്ടുണ്ട്. ഞങ്ങളെ കുടുംബശ്രീയിലുണ്ട്. അവരിപ്പം നല്ല നിലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പേര് ചേർത്ത് തൊഴിൽ കാർഡൊക്കെ എടുത്തു കൊടുത്ത് തൊഴിലുറപ്പിൽ വന്നാൽ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കുടുംബശ്രീ സമ്പാദ്യമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് 1 ലക്ഷത്തിൽ മേലെ സമ്പാദ്യം ബാങ്ക് നിക്ഷേപമുണ്ട് 20 പേർക്ക്.
ആശ്രയ ശരിക്കും അതിൽ നിന്ന് സ്വന്തം ആന്തരിക വായ്പ ഇവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വരുന്നത്. ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ കോളനികളിൽ ഉണ്ടായിരുന്നു പറയുന്നത് ഈ പുറത്തുള്ള ആളുകൾ വന്ന് വലിയ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇവരെ പോലുള്ളവരെയാണ് അത് കൂടുതലും ആ കെണിയിൽ വീഴിക്കാം. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കാണാനില്ല. കാരണം ഇവരുടെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം വേണ്ടുന്ന 5000 മുതൽ 10000 വരെ കുറെ കാലങ്ങളായവർ 25,000 50,000 ഒക്കെ ആന്തരിക വായ്പ എടുക്കുന്നുണ്ട്. ലിങ്കേജ് വായ്പ വേറെ. ഇവർക്കാണെങ്കിൽ ഒരു 10,000 രൂപ കോർപ്പസ് ഫണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിഷൻ തരുന്നുണ്ട്. ആ പൈസയൊക്കെ ഞങ്ങൾ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഓപ്പറേഷൻ കുബേര അവിടെ വേണ്ടി വന്നില്ല. ഈ ആശ്രയ പദ്ധതിയിൽ എത്ര പേർക്ക് സഹായിക്കുന്നുണ്ട്? 45 കുടുംബത്തിന്. ഫേസ് 1-ലും ഫേസ് 2-ലും. അത് ST മാത്രം. ST പ്രൊജക്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുതുപ്പാടി. ജനറലില് 105. നിങ്ങളുടെ കൂടെ 3-4 കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ബാലസഭ പ്രവർത്തകരാണോ? അതെ. മോൻ പറയൂ, മോൻ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? യോഗം ചേരുകയും ഒരു വാർഡിൽ നിന്ന് 2 കുട്ടികളെ വെച്ചിട്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിന്റെ ഒരു ഭരണസമിതി രൂപീകരിക്കുകയും അങ്ങനെ അവിടെ നിന്ന് വളരെയധികം പ്രവർത്തനങ്ങൾ വെച്ചാല് ബാല പാർലമെന്റ് അതുപോലെ കുട്ടികൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ വ്യത്യസ്തമായ ഈ ശേഷികൾക്കുള്ള കലാകായികം അങ്ങനത്തെ മേഖലകളിലൊക്കെ ഉള്ള കഴിവുള്ള കുട്ടികൾക്ക് അവരൊക്കെ അതുപോലെ അങ്ങനത്തെ ഈ ബാല പഞ്ചായത്തിൽ നിന്നിട്ട് 7 അംഗങ്ങള് അതായത് വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ഇത് കണ്ടെത്തി. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് വോളിബോൾ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ ബാലസഭാ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ അംഗങ്ങളും അല്ലാത്തവർക്കും ഈ കായിക മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് സ്പോർട്സ് കിറ്റ് അങ്ങനെയുള്ള സഹായങ്ങൾ CDSന്റെ സംഘത്തിലൂടെ നടന്നു വരുന്നുണ്ട്. ടീമൊക്കെ ഉണ്ടോ? ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടോ? അടുത്തൊരാൾ ഇരിക്കുന്നുണ്ടല്ലോ, അയാളുള്ള കയ്യിൽ കൊടുക്കും. കലാതിലകം പോലെ ഇരിക്കുന്നല്ലോ. എന്താ പേര്? ധന്യ. ധന്യ എത്രാം ക്ലാസ്സിൽ? 4. ഇപ്പോഴേ കലാതിലകമായി എന്നാ പറയുന്നേ അമ്മമാര്. എവിടെയാണ് കലാതിലകമായത്? സബ് ജില്ല അതോ സബ് ജൂനിയർ? ഒരു പാട്ട് പാടാമല്ലോ അല്ലേ? നീലക്കുയിലേ നിന്നെ കാത്തിരിപ്പു നിന്റെ നീലാംബരിക്കു കാതോർത്തിരിപ്പു നിർമ്മല സ്നേഹത്തിൻ ചന്ദന മരത്തണലിൽ നിത്യവും നിന്നു കശേ കൊതിച്ചിരിപ്പു നീർമാതളത്തിൻ ചില്ലയിൽ കുറുകിയ നീലക്കുയിലേ നിന്നെ കാത്തിരിപ്പു നിന്റെ നീലാംബരിക്കു കാതോർത്തിരിപ്പു. നല്ലൊരു ഗായികയാകും. നല്ലൊരു ഗായികയാകും. നമുക്ക് അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു സംരംഭത്തെ കുറിച്ച് ഒരു സിനിമയുണ്ട്. നിരവധി പേർക്ക് ഉപജീവന മാർഗമായ ഒട്ടനവധി സംരംഭങ്ങൾ പുതുപ്പാടി CDSന്റേതായുണ്ട്. ഈ സംരംഭങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ദൃശ്യങ്ങളിലേക്ക്. ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല വരുമാനം ഉണ്ടാകുകയും എൻ്റെ വീടും കുടുംബവും നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണക്കാർ പുതുപ്പാടി പഞ്ചായത്തിലെ കുടുംബശ്രീയാണ്. കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടിയതും ഇങ്ങനെ ഒരു തൊഴിൽ സംരംഭത്തിന് ഇറങ്ങാൻ കഴിഞ്ഞതും. കുടുംബശ്രീയുടെ കീഴിൽ മനോധൈര്യത്തോടെ നിരത്തിലിറങ്ങിയ 9 അംഗ സംഘത്തിന്റെ കരങ്ങൾ വളയം പിടിക്കുന്നത് സമൂഹത്തിന്റെ വീഥിയിലാണ്.
കുടുംബശ്രീയിലുള്ള 52 പെണ്ണുങ്ങൾക്ക് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പരിശീലനം തരികയും ലൈസൻസ് എടുത്തു തരികയും ചെയ്തു. അതിന്റെ കീഴിൽ 30,000 രൂപ സബ്സിഡി തോതിൽ ഓട്ടോറിക്ഷ എടുത്ത് ഞങ്ങൾ ഇന്ന് തൊഴിൽ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ കൂടി തലച്ചുമട് എടുത്ത് വരുന്ന ഞങ്ങൾക്ക് ഈ വഴി ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ഇതുവരെ. കുടുംബശ്രീ സൗഭാഗ്യ സംഘത്തിൽ 14 മെമ്പർമാരുണ്ട്. അതിൽ 8 പേരും പശു വളർത്തുന്നവരാണ്. അതിലൊരു ഫാമാണ് ഇത്. മിൽമയുടെ സൊസൈറ്റിയിലേക്ക് ഇവിടുത്തെ പാല് മുഴുവനും കൊടുക്കുന്നു. അവർ രാവിലെയും വൈകുന്നേരവും ഈ സ്പോട്ടിൽ വന്ന് പാല് കളക്ട് ചെയ്ത് പോവുകയാണ്. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഞങ്ങൾ അതിൻ്റെ പൈസ തിരിച്ചെടുക്കുന്നു. തൊഴിലുറപ്പിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ ഒരു 3 ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞങ്ങളുടെ പശുക്കൾക്ക് ഇത്രയും ആരോഗ്യത്തോടെ വളർത്താൻ കഴിയുന്നത്. 270 സംരംഭങ്ങളിൽ പശു, ആട്, കോഴിഫാം തുടങ്ങി മുയൽ വളർത്തലിലൂടെ പല മേഖലകളിൽ ബഹിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ സംരംഭം എന്ന വാക്ക് വിജയത്തോടെ നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുകയാണ്. അയൽക്കൂട്ടങ്ങളിൽ തുടങ്ങി ഇന്ന് ആയിരക്കണക്കിന് അമ്മ സഹോദരിമാർ പടുത്തുയർത്തിയ കുടുംബശ്രീയുടെ മഹിമയും യശസ്സും സമ്മേളിക്കുന്നിടത്താണ് വിജയത്തിന്റെ നിശബ്ദമായ സംഗീതം ഒഴുകുന്നത്. പാരമ്പര്യ കുലത്തൊഴിലുകൾ ഒന്നൊന്നായി മൺമറിഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞില്ല. മൺപാത്ര നിർമ്മാണ രംഗത്തെ പുനർജനിപ്പിക്കുകയായിരുന്നു കുടുംബശ്രീ ചെയ്തത്. ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിച്ചു ഇപ്പോൾ ഓടുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഡ്രൈവറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. പരിശീലനം ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ പണിയെടുത്ത് ഡ്രൈവ് ചെയ്ത് പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കണം. ലോണ് കുടുംബശ്രീ വഴിയാണ് ഞങ്ങൾക്ക് ഈ സംരംഭം എനിക്ക് ലഭ്യമായത്. കുടുംബശ്രീക്കാർ തന്നെ റിവോൾവിംഗ് ഫണ്ട് അല്ല സബ്സിഡി ആയിട്ട് പഞ്ചായത്തിന്റെ 30,000 രൂപയും ബ്ലോക്കിന്റെ 20 തോന്നുന്നു, അങ്ങനെ 50,000 രൂപ സബ്സിഡി അവർ തരികയും അവർ തന്നെ ലോൺ എടുക്കാൻ ബാങ്ക് വഴി ലോണും ബാക്കി തുക ലോൺ എടുത്ത് ഞങ്ങൾക്ക് വണ്ടി വാങ്ങി തരികയാണ് ചെയ്തത്. സബ്സിഡി ഉണ്ടോ? എത്ര രൂപ? 50,000 രൂപ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ലോൺ തിരിച്ചടയ്ക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക്? അത് നമ്മൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അത് മാസം മാസം അടവാണ്. 2,800 രൂപന്റെ അടുത്ത് ഞങ്ങൾക്ക് അടവ് വരുള്ളൂ എല്ലാ മാസവും. എത്ര പേരുണ്ട്? ഞങ്ങൾ 25 പേരാണ് ഉള്ളത്. ഇപ്പൊ കറക്റ്റായിട്ട് എല്ലാവരും 20 പേര് എന്തായാലും ഓട്ടത്തിന് വരും. നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റാൻഡ് ഉണ്ടോ? സെപ്പറേറ്റ് സ്റ്റാൻഡ് ഒന്നുമില്ല. എല്ലാവർക്കും തന്നെ പുരുഷ ഡ്രൈവർമാരും ലേഡീസ് ഡ്രൈവർമാരും ഒന്നായിട്ടാണ്. പ്രത്യേകിച്ച് സ്റ്റാൻഡില്ല, പ്രത്യേകിച്ച് യൂണിഫോം ഇല്ല, പ്രത്യേകിച്ച് കളറും ഇല്ല വണ്ടിക്ക്. എല്ലാവരും വണ്ടിയൊക്കെ ഒരുപോലെ തന്നെ. പല സ്ഥലങ്ങളിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ത്രീകൾ പറയാറുണ്ട് ഇങ്ങനെ ഈ പുരുഷന്മാരുള്ള സ്റ്റാൻഡിൽ അവർക്ക് പ്രവർത്തിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അവരെ പലപ്പോഴും ഓട്ടം വിളിക്കുന്നതിൽ സ്ത്രീകൾക്ക് മുൻഗണന കിട്ടുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചില ഇഷ്യൂസ് ഒക്കെ പല അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഞങ്ങളുടെ സ്റ്റാൻഡിലും അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ആദ്യമൊക്കെ അവർക്ക് ഒരു ഇഷ്ടക്കേട് പോലെ തോന്നിയിരുന്നു. പക്ഷെ എന്നാലും അത്ര തന്നെ അവർ ഞങ്ങളോട് കാണിച്ചില്ല. ഞങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആർക്കും വണ്ടി നല്ലോണം ഓടിക്കാനോ തിരിക്കാനോ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാനൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ സ്റ്റാൻഡ് വന്നത്. നല്ല രീതിയിൽ തന്നെ സഹായിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സ്റ്റാൻഡിലുള്ള പുരുഷ ഡ്രൈവർമാർക്ക് കഴിഞ്ഞിട്ട് അവരുടെ സഹായം കൊണ്ടാണ് ഇത്ര രീതിയിൽ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒരു സ്ത്രീ ഡ്രൈവർമാർക്ക് നമ്മുടെ നാട്ടില് ടൗണിൽ പ്രദേശത്തെ റോഡിലൊക്കെ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി പ്രവർത്തിക്കുന്നതിന് യാതൊരു സാമൂഹ്യവിധമായ
യാതൊരു പ്രയാസവും ഇല്ലെന്നാണ് പറയുന്നത്. പ്രയാസം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്കും എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു. ആദ്യം എന്റെ വീട്ടിൽ നിന്ന് തന്നെ എതിരുണ്ടായിരുന്നു. കാരണം ഈ ഓട്ടോറിക്ഷ മേഖല പുറത്തു പോകുമ്പോൾ അത് വേറൊരു ആൾക്കാർ ഒരു നല്ല സമൂഹം എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക, എന്തെന്ന് നമ്മളെ കാണും എന്നൊക്കെയുള്ള ഒരു പേടി വീട്ടുകാർക്കുള്ള എന്റെ പേര്. എന്റെ ഭർത്താവ് നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ ആങ്ങളെ ഒരു ഡ്രൈവർ, അതിന്റെ പേര് ആങ്ങളെയും സപ്പോർട്ട്. പക്ഷെ അമ്മന്റെ ഒക്കെ അടുത്ത് നല്ല എതിരായിരുന്നു. പോവണ്ട, വയസ്സായ അമ്മക്കത്തെ അത്രേ ഇതിനെ പറ്റി കഴിവുള്ളൂ, ചിന്തിക്കാനുള്ളൂ. അതെങ്ങനെ മറികടന്നു? അപ്പൊ അമ്മ എല്ലാരും ഇത് പറഞ്ഞപ്പോ ആങ്ങളെയും ഭർത്താവും പിന്നെ കുടുംബശ്രീക്കാരും പരിപൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത കുടുംബശ്രീയാ. ശല്യമൊന്നുമില്ല. ശല്യം ഇല്ലായില്ല. പിന്നെ മദ്യപിച്ച് ചില ആൾക്കാര് വണ്ടി കയറും. അപ്പൊ ഇറങ്ങണ അവർക്ക് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടാ. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ ഞങ്ങള് പറയും, അവരോട് കാര്യം പറയും, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇറങ്ങും. ഇപ്പൊ ഞങ്ങളുടെ ഡ്രൈവർ സഹോദരന്മാരെ ഞങ്ങളോട് മദ്യപിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ പോകണ്ട, അത് ഞങ്ങൾ പോയിക്കളാന്ന് പറയും. എത്ര മണി വരെ ഓട്ടോറിക്ഷ ഓടിക്കും? രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 6 വരെ. പിന്നെ 12 മണിക്കൂർ. അത് വീട്ടിലെ പണിയെല്ലാം തീരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞങ്ങൾ ലേറ്റ് ആവും. അപ്പൊ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ എവിടുന്ന? ഞങ്ങള് വീടിന് പാകം ചെയ്ത് കൊണ്ടുവരും. പിന്നെ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ? ബാത്റൂമില് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റല് ഉണ്ട്. അപ്പൊ അവിടെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് സാഹചര്യത്തിലാണ് അതിൽ വന്നത്? ഇതില് കുടുംബശ്രീയിൽ അംഗമായതിനു ശേഷമാണ് ഇതിൽ വരാൻ കഴിഞ്ഞത്. എത്ര വരെ പഠിച്ചു? SSLC വരെ പഠിച്ചിട്ടുള്ളൂ. ഈ കാറ്ററിംഗിന്റെ എന്തോ കാര്യത്തിന് നിങ്ങൾക്ക് വെളിയിൽ പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇത് ആദ്യം എന്റെ വീടിന്റെ അടുത്ത് ട്രെയിനിങ് സെന്റർ ഉണ്ട്, COD എന്ന് പറഞ്ഞിട്ട്. അവിടെ ഭക്ഷണം വെക്കുന്നവരുടെ കൂടെ അവരെ സഹായിക്കാനാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഫേ കുടുംബശ്രീയുടെ ഒരു 13 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ കുടുംബശ്രീ ചെന്ന് പേര് കൊടുത്തു. അങ്ങനെ 13 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായി. അവിടെ പോയിട്ട് നല്ല നല്ല ഭക്ഷണം, വെറൈറ്റി ആയിട്ടുള്ള, അതായത് പല പല തരത്തിലുള്ള വിഭവങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനത്തെ ഓരോ ക്ലാസ്, നല്ല ക്ലാസ് ആയിരുന്നു. 13 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ അത് കഴിഞ്ഞ ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിലെ ചെറിയ ചെറിയ പരിപാടികളുടെ ഓർഡർ, ഭക്ഷണത്തിന് ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. അത് ചെയ്യുമ്പോൾ പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു അവസരം വന്നു. ഞാൻ കുടുംബശ്രീ ഭക്ഷ്യമേള ചെല്ലാൻ പറഞ്ഞിട്ട്, അത് കുടുംബശ്രീ 16ാം വർഷം തിരുവനന്തപുരം കനക്കുന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിൽ പങ്കെടുത്തു. പക്ഷെ അതിൽ പങ്കെടുക്കാൻ പോകുന്ന വീട്ടിൽ ആർക്കും സമ്മതമല്ല. ആർക്കും, പ്രത്യേകിച്ച് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയത്തി, ബന്ധുക്കാർക്ക് ആരും പോകണ്ട പറഞ്ഞു, ഇത്ര ദൂരത്തേക്ക്. അത് ശരിയാ, പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബശ്രീ ഇത് അവതരിപ്പിക്കുകയും അവരെ വീട്ടിൽ വന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനെയാണ് കുടുംബശ്രീ, അങ്ങനെ പോകും, കുഴപ്പമില്ല, അങ്ങനെ പോകണം. അങ്ങനെ ഇവരെല്ലാവരും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വീട്ടുകാർ സമ്മതം കിട്ടി. ഞങ്ങളങ്ങ് ഭക്ഷ്യമേളയിൽ പങ്കെടുത്ത്. പക്ഷെ ആദ്യത്തെ ആ ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് മൊത്തം അന്ന് 12 ദിവസത്തെ പരിപാടിയായിരുന്നു. അത് ഞങ്ങൾക്ക് ആകെ 2.5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു 12 ദിവസം കൊണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങനെ 5 പേരാ പോയത്. ഓരോരുത്തർക്ക് ഒരു 25,000 വെച്ച് രൂപ കിട്ടി. ലാബ് എല്ലാം കഴിച്ചിട്ട് 25,000 രൂപ വെച്ച് കിട്ടി. പിന്നെ അത് ഏറ്റവും ഞങ്ങൾ പഞ്ചായത്തുള്ള യൂണിറ്റ് ഞാൻ തെരഞ്ഞെടുത്തത് കോഴിക്കോട്. അപ്പൊ 5 ടീം ഞാൻ മൊത്തം കൊണ്ടുവന്നത്. അപ്പൊ അടിസ്ഥാനത്തിലാണോ ഇപ്പോ വിദേശത്ത് പോവാനൊരു? അതെ, അതിന്റെ വിവരം ഒന്ന് പറയൂ. അത് ഒരിക്കൽ സത്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പാസ്പോർട്ട് എടുക്കുമെന്നോ വിസ കിട്ടുമോ ഗൾഫ് കാണാൻ വിദേശത്ത് പോകുന്ന ഒരിക്കലും സത്യമായിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം ഇതൊക്കെ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എവിടെയാണ് പോകുന്നത്? കുവൈത്തിൽ. എങ്ങനെയാ ചാൻസ് കിട്ടിയത്? ചാൻസ് കിട്ടി. ഞങ്ങൾ ഇങ്ങനെ 14 ജില്ലയിൽ ഭക്ഷ്യമേള നടത്തുമ്പോൾ ഭക്ഷണത്തിൽ ടേസ്റ്റ്, നമ്മളെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നു, അതെല്ലാം ഒരുപാട് അവർ ശ്രദ്ധിക്കും. നമ്മൾ യൂണിഫോമിന്റെ വൃത്തി, പിന്നെ നമ്മൾ അവരുടെ ഒരു പെരുമാറ്റം, നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ്, ഗുണനിലവാരം എത്രത്തോളം ഉണ്ടാകും, അങ്ങനെ. പിന്നെ ഞങ്ങൾ കോഴിക്കോട് വെച്ചാൽ മലബാർ വിഭവങ്ങളാണ്. മലബാർ വിഭവങ്ങൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 100ൽ ഒരു 98 മാർക്ക് വരെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ മുൻ ചെയർപേഴ്സൺ ആണ്, കുടുംബശ്രീക്കൂടെ വന്ന് മെമ്പറൊക്കെ ആയ ആളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പൊതു രംഗത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് ഒരു നുണക്കൂട്ടമായിട്ട് പുരുഷന്മാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ എതിര് നിന്നത്. കാരണം ഇത് നുണക്കൂട്ടങ്ങളാണ്. 4 സ്ത്രീകൾ ചേർന്ന് കഴിഞ്ഞാൽ പരദൂഷണം പറയുന്ന ഒരു വേദിയായിട്ട് മാറും എന്നവർ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ഇത് നുണക്കൂട്ടമല്ല, ശരിക്കും കുടുംബ ഭദ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഘമായിട്ട് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനോട് പിന്നെ നമ്മൾ ചെയർപേഴ്സണായിട്ട് ഇരിക്കുമ്പോൾ ഭവനശ്രീ ലോണുകൾ നമ്മൾ ഏറ്റവും കീഴിൽ കടന്നിരുന്ന കുടുംബശ്രീ വനിതകളെ കണ്ടെത്തി ഏതാണ്ട് 229
കുടുംബങ്ങൾക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അത് അടിവാരം കാനറ ബാങ്കിൽ നിന്നും 1,20,00,000 രൂപ ലോൺ അന്നെടുത്ത് 229 ഭവനശ്രീ ലോണുകൾ. അതേപോലെ തന്നെ ഗ്യാസ് അന്ന് നിലവിൽ വന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു വീട്ടിലും ഗ്യാസ് അധികം ഇല്ല. അപ്പോൾ കുടുംബശ്രീ ഞങ്ങൾ എന്ത് ചെയ്തു, കുടുംബശ്രീ ബാങ്ക് ലോൺ മുഖേന 510 കുടുംബങ്ങൾക്ക് ഗ്യാസ് ലോണ് അന്നത്തെ കാലത്ത് നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ സ്വയം തൊഴിൽ സ്ത്രീകൾക്കൊരു വരുമാന മാർഗം എന്ന നിലയിൽ 229 തയ്യൽ മെഷീൻ നമ്മൾ ബാങ്ക് ലോൺ മുഖേന കുടുംബശ്രീക്ക് വിതരണം ചെയ്തു. പ്രസിഡന്റിന് പറയാൻ പറ്റും കുടുംബശ്രീക്ക് മുൻപും കുടുംബശ്രീക്ക് ശേഷവും എങ്ങനെയാണ് ആ പഞ്ചായത്ത് എന്നുള്ളത് അല്ലേ? അപ്പൊ അതൊന്നും താരതമ്യം ചെയ്തുകൂടെ പറയാം. എന്റെ വാർഡിൽ ഞാൻ മത്സരിച്ച് വന്നപ്പോൾ 10 അയൽക്കൂട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഒരു വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. പിന്നെ ST ഉണ്ട്. ഈ STക്കും കുടുംബശ്രീ ഇല്ല. അതുപോലെ തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പകുതിയിലധികം ആൾക്കാരും കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. അപ്പൊ ഞാൻ പുതിയ അതേ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ പറഞ്ഞ മാതിരി നുണക്കൂട്ടാണ്, പരദൂഷണാണ്, ഭർത്താക്കന്മാർ സമ്മതിക്കൂല, പിന്നെ ഇതൊക്കെ അതിലെ മൃത പെണ്ണുങ്ങൾക്ക് നടക്കാനുള്ള പരിപാടിയാണ്. താങ്കളെമാരുള്ളൊരു വന്നിട്ടുണ്ടല്ലോ, എന്നെ പോലെ റെയർ കേസ് വന്നുകൊണ്ടായിരുന്നു സാർ. അപ്പം അതിനുവേണ്ടി ഞാൻ തന്നെ നേരിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞ എന്റെ ആദ്യത്തെ ദൗത്യമായിരുന്നു എന്റെ എല്ലാ വാർഡിന്റെ എല്ലാ മുക്കിലും മൂലയിലും പുതിയ കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കി. 12 പുതിയ യൂണിറ്റ് ഉണ്ടാക്കിയെങ്കിലും 10 എണ്ണം നന്നായി ലൈവിലുണ്ട്. ഇപ്പൊ 20 സംഘങ്ങൾ എന്റെ വാർഡിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അതൊരു ST കോളനി 2 എണ്ണം ഉണ്ട്. അവിടെയും ഒരു സംഘം രൂപീകരിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതിന് അവിടെയും നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം സജീവമായിട്ട് വാർഡിന്റെ എല്ലാ ഭാഗത്തും കുടുംബശ്രീ. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ മുസ്ലിം കുടുംബങ്ങൾ അംഗങ്ങളല്ലാതിരുന്നവർ ഇപ്പോൾ അംഗങ്ങളായി ഇപ്പൊ മുഴുവൻ സജീവമാണ്. അതെ സജീവമാണ്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളായിരുന്നു. ഇവിടെ പുതുപ്പാടിയിൽ വന്നിട്ട് ഇപ്പൊ 18 വർഷമായി. എന്റെ വീട് കോഴിക്കോടായിരുന്നു. അങ്ങനെയാണ് പിന്നെ പ്രേരകന്മാര് ഇങ്ങനെ കുടുംബശ്രീയിൽ കൂടി തന്നെയാണ് ഇവരെ പ്രേരകന്മാരെ പരിചയപ്പെടുന്നതും. അപ്പൊ അവരിങ്ങനെ പല ക്ലാസ്സുകളും പഞ്ചായത്ത് തലത്തിൽ നടത്തുമ്പം അവരോട് തന്നെ ചോദിച്ചതാണ്. പിന്നെ കെട്ടിയോന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഇതിലേക്ക് എന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എനിക്ക് എഴുതാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സർവത്ര വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഭരണസമിതിയെ നല്ല ഒരു പേരും പെരുമയും ഉണ്ടാക്കിക്കൊണ്ട് വികസനം സന്തുലിതമായി നടപ്പിലാക്കാൻ ഇവരെ സപ്പോർട്ട് ചെറുതല്ല. അതെ അതെ നേരത്തെ കുടുംബശ്രീ മെമ്പർ ആയിരുന്നു. അതെ ഞാൻ ഇപ്പോഴും കുടുംബശ്രീയിലുണ്ട്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു വയനാട് ചുരം എന്ന് പറയുന്ന പുതുപ്പാടി പഞ്ചായത്തിലാണ്. അപ്പോൾ അന്നത്തെ കളക്ടറായിട്ട് ഡോക്ടർ സലീം IAS ഒരു മാപ്പ് എന്നൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞു, പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നുള്ളത്. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് നടപ്പാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഏജൻസി കുടുംബശ്രീയാണ് വെച്ചാൽ പുതുപ്പാടി പഞ്ചായത്തിന്റെ 23.5 കിലോമീറ്റർ നാഷണൽ ഹൈവേ പുതുപ്പാടിയിലാണ് ചുരമടക്കം. 5000 കുടുംബശ്രീ പ്രവർത്തകർ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ഇറങ്ങിയിട്ട് ഈ 23 കിലോമീറ്റർ ദൂരത്തെ പ്ലാസ്റ്റിക് മാലിന്യം പെറുക്കി മാറ്റി. 40 ലോഡ് സാധനം ഉണ്ടായിരുന്നു ഈ വയനാട്. പുരുഷന്മാർ അതൊക്കെ നോക്കി നിന്നു. അല്ല, ഞങ്ങൾ കൂടി പൊതുസമൂഹം കൂടി. പക്ഷെ നേതൃത്വമായ പങ്ക് വഹിച്ചത് കുടുംബശ്രീയാണ് പുതുപ്പാടിയിലെ. അപ്പൊ അവരത് പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ കഴുകി വൃത്തിയാക്കി മുഴുവൻ സാധനവും കയറ്റി അയച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയത് അതൊരു മാതൃകാ പദ്ധതിയായിട്ട് ജില്ലാ കളക്ടർ അടക്കം അംഗീകരിച്ചു. അത് അന്ന് കുടുംബശ്രീയെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോഴും അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ എല്ലാ വർഷവും ഇവര് കുടുംബശ്രീക്കാരെ ഇത് ചെയ്യും. അതോടൊപ്പം തന്നെ പുതുപ്പാടിയിലെ ഞങ്ങളുടെ പൊതുസ്ഥാപനങ്ങൾ ഇവർ ദത്തെടുത്തുകൊണ്ട് എല്ലാ പ്രാവശ്യവും ക്ലീൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് പരിപാലിച്ചു വരുന്നത്. ഓരോ വാർഡിലെ കുടുംബശ്രീ ആ വാർഡിലെ പൊതുസ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സംരക്ഷണയിലാണ് നടക്കുന്നത്. പ്രതിഫലം കൊടുക്കുന്നുണ്ടോ? പ്രതിഫലം ഒന്നും കൊടുക്കുന്നില്ല. ഒന്നും പറഞ്ഞില്ല. നമുക്കിപ്പം ചെറിയ ചെറിയ സംരംഭങ്ങളാണ്. അപ്പൊ നൂതനമായ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, കാരണം ഇപ്പം കല്യാണ വീടുകളിലൊക്കെ പുരുഷന്മാരാണ് വീഡിയോ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ സ്ത്രീകളെ കൊണ്ട് ചെയ്ത് ഒരു വീഡിയോ ആൽബം ഒക്കെ ചെയ്യാനുള്ള തയ്യാറായി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. ഏറ്റവും നല്ല റിസോഴ്സ് അവിടെ തന്നെയുണ്ട്. അപ്പൊ അതിനൊക്കെ പിന്തുണ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങൾ തന്നെ ഇതിനൊക്കെ ശക്തി ആർജിച്ചു വന്നവരാണ്. ആ ഒരു സന്തോഷ വാർത്തയോട് കൂടിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്സ് എത്രയാണെന്നറിയണ്ടേ? വളരെ സമഗ്രമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി 1995
ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും ഇന്നിപ്പോ അവർക്ക് പഞ്ചായത്തിന് തന്നെ ഒരു തൂണായിട്ട് കൈത്താങ്ങായിട്ട് മാറി. ഞാൻ ചിലപ്പോ പിന്നെ ആലോചിക്കാറുണ്ട്, കുടുംബശ്രീ ഇല്ലായിരുന്നെങ്കിൽ പഞ്ചായത്തിന് ഇത്രയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്നുള്ളത്. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ, കുറച്ച് ലാഘവമായിട്ട് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവുമാരിയാണ് പഞ്ചായത്തും കുടുംബശ്രീ, അല്ലേ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് നീങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവരുടെ നേരത്തെയുള്ള കുടുംബശ്രീയുടെ പരിചയം, പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു ചെയർപേഴ്സൺ, ഇപ്പോൾ ഭാവിയെ ഉറ്റുനോക്കുന്ന പുതിയൊരു ചെയർപേഴ്സൺ. എനിക്കിഷ്ടപ്പെട്ടത് ഓട്ടോറിക്ഷ സംരംഭം 50 പേരെ പരിശീലിപ്പിച്ച്, അതുകൊണ്ട് അങ്ങനെ വേണം നമ്മുടെ നാട്ടിലൊരു മാറ്റം വരാൻ. കാരണം ദൈനംദിനമായിട്ട് സ്ത്രീകളുമായിട്ട് ഇടപഴകുകയും അവർ ചെയ്യുന്ന ജോലിയെ ആദരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്നത്. അല്ല, അതൊന്നും അറിയാതിരിക്കുമ്പോഴാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നുണക്കൂട്ടമാണ് എന്നുള്ള, അതിന് യാതൊരു അടിസ്ഥാനമില്ല. നുണ ഞങ്ങൾക്ക് നന്നായിട്ട് പറയാൻ അറിയാം, പക്ഷെ അത് അവർ പറയുന്നില്ല, അല്ലേ? അപ്പോൾ അത് അങ്ങനെ ഒരു മാറ്റം അത് ഈ മാറ്റം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ വേറെ വല്ല പരിപാടികൾ കൂടിയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൂടിയായിരിക്കും. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ധന്യയുടെ പാട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് 25-18. ഓക്കെ, 25-18 മാർക്ക്. പുതുപ്പാടി CDSന് ഞാൻ നൽകുന്നത് 25-20. 25-20 മാർക്ക്. മിനി മാം, എനിക്ക് പുതുപ്പാടി CDSന്റെ ഒരു ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. പൊതുവിൽ എല്ലാവരും പറയും കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രായമായ ആൾക്കാരുടെ ഒരു കൂട്ടമാണെന്ന്. പലപ്പോഴും വിവാഹത്തോടുകൂടി അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകളെ ഇതിനകത്ത് ഉൾപ്പെടുത്താറില്ല. പലരും വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഇതിൽ നിന്ന് പോകും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചെറുപ്പക്കാരായ സ്ത്രീകളെ കൊണ്ടുവരുന്നു. അവർക്ക് ജീവിതത്തോടും സമൂഹത്തോടും ഒക്കെ അതിനൊപ്പം പോകാനുള്ളൊരു കഴിവുണ്ടാക്കുന്നു, നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. സാറ് പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ പരിശീലനം, ഞാൻ നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറാൻ വരുന്നുണ്ട് ഉടനെ തന്നെ. എനിക്ക് അത്രയ്ക്ക് ആവേശം തോന്നിയത് കണ്ടപ്പോൾ. പുതുപ്പാടി CDSന് ഞാൻ നൽകുന്നത് 25-19 മാർക്ക്. 25-19. രാമചന്ദ്രൻ സർ, പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ നോക്കുമ്പോൾ 270 സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ശരിക്കത് ഒരു പഞ്ചായത്തിൽ ഇത്രയും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതും വളരെ വിജയകരമായിട്ട് ഇവിടെ കാണിച്ച പല കൃഷി, താമരശ്ശേരി ചുരം ഇറങ്ങുമ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ ഒരു മനോഹാരിത തോന്നുന്ന ആ പച്ചപ്പാണ്. അതിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള പങ്കാളിത്തമാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൂടാതെ ഉള്ള നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതികൾ, കുടുംബശ്രീ പഞ്ചായത്തിൻ്റെ ശക്തമായൊരു നേതൃത്വം ഇവിടെ ഉണ്ട്. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, ഇപ്പോൾ ആശയം ഇവിടെ നിൽക്കുന്നു. ഞങ്ങളുടെ പദ്ധതികളെല്ലാം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ താഴെത്തട്ടിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമം. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കുടുംബശ്രീയുടെ ആ ഭാവന ചെയ്ത രീതിയിൽ തന്നെ മാതൃകാപരമായിട്ട് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ലൊരു ചെയർപേഴ്സൺ, അതിനും ഒരു വനിതാ പ്രസിഡന്റ്, ഭാവിയിലേക്ക് നോക്കുന്ന പുതിയ CDS ചെയർപേഴ്സൺ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കുടുംബശ്രീ. 15-13 മാർക്ക്. പത്മിനി മാം, പുതുപ്പാടി ഈ പഞ്ചായത്ത് കുടുംബശ്രീയിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തിരിക്കുകയാണ്. കലാരംഗത്തും കായിക രംഗത്തും എല്ലാം മുൻപന്തിയിലാണ്. വനിതകളെ സംബന്ധിച്ച് ഓട്ടോ ഓടിക്കുന്ന, ജീവിതമാർഗം കാണുന്നവർ, അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് ചേരുന്ന ഓരോ തൊഴിലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാം ഇരിക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രായമുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ്. ഒപ്പം കേറ്ററിങ്ങിന് മേളയിൽ പങ്കെടുക്കാനും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഒക്കെ ചെയ്യുന്നു. ഏറ്റവും വലിയ കാര്യമാണ്. അതിനകത്ത് എടുത്തു പറയത്തക്കത് ധന്യ കലാതിലക, ഇത്ര ചെറുപ്പത്തിലെ കലാതിലകമായ ധന്യയ്ക്ക് ഭാവിയിൽ വലിയൊരു എന്താ പറയുക, വലിയൊരു നിലയിലേക്ക് എത്താനായിട്ട് സാധിക്കും. നല്ല പോലെ സംസാരിക്കുന്ന യദുവിനെ സംബന്ധിച്ച് സ്പീക്കറാകാൻ സാധിക്കും. എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുകയാണ്. ഒപ്പം പുതുപ്പാടി പഞ്ചായത്തിന് ഞാൻ 10-ൽ 9 മാർക്ക് കൊടുക്കുകയാണ്. 270 സംരംഭങ്ങളാണ് പുതുപ്പാടി CDSനുള്ളത്. നിരവധി പേർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്.
പുതുപ്പാടി CDS ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് അറിയാനുള്ള സമയമാണ് 100-ൽ 79. സെറ്റ് സാരി ഉടുത്താണ് ചില കുടുംബിനികൾ വന്നത്. ചിലർ നീല സാരി ഉടുത്തു വന്നു. ചിലർ തങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുമായി വന്നു. പാട്ടുപാടിയവർ, കവിത ചൊല്ലിയവർ, ആഹ്ലാദം കൊണ്ട് കണ്ണു നിറഞ്ഞവർ. വാക്കുകൾ കൊണ്ട് പറയാനാകുന്നതല്ല ഈ വേദിയിലെ അനുഭവങ്ങൾ, കാഴ്ചകൾ. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം. കൂടുമ്പോളിമ്പം കൂടുന്ന നന്മയ്ക്ക് പേരുണ്ടൊരു നല്ല പേര്, പേരുണ്ടൊരു നല്ല പേര്. കുടുംബശ്രീ കുടുംബശ്രീ കുടുംബശ്രീ. നല്ല കുടുംബങ്ങൾ നാട്ടിൽ പുലരുവാൻ